കോതമംഗലത്ത് നടന്ന കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ. കോതമംഗലം ഡിവൈഎസ്പി ആക്രമിച്ചെന്ന കേസിൽ വാദം പൂർത്തിയായി. അതേസമയം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. 2 കേസുകളിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ജാമ്യം നൽകിയതിനു പിന്നാലെ കോടതി വളപ്പിൽ വെച്ച് മറ്റൊരു കേസിൽ കസ്റ്റഡിയിൽ എടുക്കാൻ ഒരുങ്ങിയത് സംഘർഷത്തിനിടയാക്കി. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതെപ്പോഴാണ് വിധി വരിക കേസിൽ? നിലവിൽ മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസ് സമർപ്പിച്ച അവസാനത്തെ കേസിലും ഇപ്പോൾ വാദം പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ കേസിൽ വിധി വരും. ഡിവൈഎസ്പിയെ ആക്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ മുഹമ്മദ് ഷിയാസിനെതിരെയുള്ള ഏറ്റവും ഒടുവിലത്തെ കേസ്. അതിലാണ് ഇപ്പോൾ വാദം പൂർത്തിയായത്. ബോധപൂർവം ഒരു തരത്തിലുള്ള ആക്രമണവും താൻ അഴിച്ചുവിട്ടിട്ടില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന പ്രശ്നങ്ങളാണ്. എല്ലാത്തരം ആളുകളും ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. അതിനിടയിൽ ചില ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നതിനപ്പുറം ബോധപൂർവമായ പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുഹമ്മദ് ഷിയാസിന് വേണ്ടി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് 1062 കേസുകളുള്ള ഇത്തരത്തിൽ കേസുകളുള്ള പ്രതിയാണ് മുഹമ്മദ് ഷിയാസ്. സ്ഥിരം കുറ്റവാളി കൂടിയാണ്. മാത്രമല്ല, പോലീസിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതിനാൽ തന്നെ ജാമ്യാപേക്ഷ തള്ളണം എന്നുള്ളതാണ് നിലവിൽ പ്രോസിക്യൂഷന്റെ ആവശ്യം. സ്വാഭാവികമായും ഇന്ന് രാവിലെ മുതൽ ഈ പോലീസിന്റെ നടപടികൾ കാണുമ്പോൾ മുഹമ്മദ് ഷിയാസിനെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തുക എന്നൊരു താല്പര്യം പോലീസിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് രാവിലെ 2 കേസുകളിൽ ഷിയാസിനും മാത്യു കുഴൽനാടനും ജാമ്യം കിട്ടി. മാധ്യമങ്ങളെ കണ്ട് തിരിയുമ്പോൾ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കാൻ നോക്കി. പിന്നാലെ അവർ ഓടി കോടതി മുറിയിലേക്ക് കയറി. കോടതി മുറിയിൽ നിൽക്കെ മറ്റൊരു കേസെത്തി. അതായത് വാഹനം അടിച്ചു തകർത്തു, പോലീസ് വാഹനം തകർത്തു, ആ വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചു. ഇതായിരുന്നു കേസ്. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു മുഹമ്മദ് ഷിയാസ്. അതിൽ മുൻകൂർ ജാമ്യം കിട്ടി. ആ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ അടുത്ത കേസെത്തി. അതാണ് ഈ ഡിവൈഎസ്പിയെ ആക്രമിച്ചു എന്നുള്ള കേസ്. അതിൽ കോടതിയിൽ കീഴടങ്ങി. അതിന്മേലുള്ള ജാമ്യാപേക്ഷ വാദമാണ് ഇപ്പോൾ പൂർത്തിയായത്. വിധി അല്പസമയത്തിനകം ഉണ്ടാകും. അതിനുള്ള കാത്തിരിപ്പിലാണ് കോതമംഗലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.